വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രഷേഴ്സാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്രഷേഴ്സ് എല്ലാം അത് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ, കമ്പനീസൊക്കെ ടെക്നിക്കൽ സ്കില്ലുള്ളവരെ മാത്രമേ എടുക്കൂ എന്നൊക്കെ. പക്ഷേ നമ്മുടെ കാലഘട്ടം മാറി. ഇതിപ്പോൾ 2025 പകുതി കഴിഞ്ഞു, 2026 നമ്മളിങ്ങനെ പോകാനായിട്ട് പോവാണ്. അപ്പോൾ ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല, കുറച്ച് സോഫ്റ്റ് സ്കില്ലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആ സോഫ്റ്റ് സ്കില്ല് കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. മിക്ക കമ്പനീസും ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ലുള്ളവരെക്കാളും കൂടുതൽ ഒരു പടി സോഫ്റ്റ് സ്കില്ല് ഉള്ള ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ സോഫ്റ്റ് സ്കില്ലും ഇന്നത്തെ കാലത്ത് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. കൂടാതെ വൈ സോഫ്റ്റ് സ്കിൽ, എന്തിനാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ പഠിക്കുന്നത്, പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം സോഫ്റ്റ് സ്കിൽ. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് പോയിന്റ് ആണ്, അതായത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. ബോത്ത് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. വെർബൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാലായിട്ടുള്ളത്, ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കൊളീഗ്സിനോടും നമ്മുടെ മാനേജറിനോടും നമ്മുടെ ക്ലയൻസിനോടും നമ്മൾ സംസാരിക്കും. നമുക്ക് ക്ലയൻസ് ഉണ്ടാവില്ലേ, ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലയൻസിനോട് നമ്മൾ സംസാരിക്കും. കൂടെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോട് നമ്മൾ നല്ല രീതിയിൽ ഇടപെടേണ്ടി വരും. മാനേജേഴ്സിനോട് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും. അപ്പോൾ അവരോട് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കാനുള്ളൊരു ആ ഒരു മെച്യൂരിറ്റിയും ആ ഒരു എന്താ പറയുക, ആ ഒരു കപ്പാസിറ്റി നമുക്ക് എന്തായാലും വേണം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ് കേട്ടോ. മെയിൽ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതും നമ്മൾ കൊളീഗ്സിനും മാനേജേഴ്സിനും അതുപോലെ തന്നെ ഈ ക്ലയൻസിനും നമ്മൾ മെയിൽ അയക്കും. അപ്പോൾ എന്ത് കാര്യം ഒരു കമ്പനിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡയറക്റ്റ് പറയാതെ മെയിൽ ത്രൂ നിങ്ങൾ കോൺവെർസേഷൻ നടത്തണം എന്ന് പറയാറുണ്ട്. അതാണ് പ്രൂഫ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മെയിൽ അയക്കുന്നതും കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ മെയിൽ അയക്കണം എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഫ്രീ കിട്ടുമ്പോൾ ജോലി കിട്ടുന്നില്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ നിങ്ങളേതായ രീതിക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഗൂഗിൾ ചെയ്യേ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ChatGPT ഉണ്ടല്ലോ, ജസ്റ്റ് ചോദിച്ച് കുറേ മോഡൽസ് കിട്ടും. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മെയിൽ ചെയ്യണം, എങ്ങനെ ഒരു ഓഫർ ലെറ്റർ ഉണ്ടാക്കണം, എങ്ങനെ ഒരു CV ഉണ്ടാക്കണം, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്കും കുറച്ചും കൂടി നിങ്ങളുടെ സ്കിൽസിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്, സോഫ്റ്റ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടീം വർക്ക്. ഒരുപാട് പേര് ഒരുമിച്ച്, നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണല്ലോ ഒരു കമ്പനി എന്ന് പറയുന്നത്, ടീം ഉണ്ടായിരിക്കുന്നതിൽ. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുക. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കൊളീഗ്സിൻ്റെ അഭിപ്രായങ്ങൾ, അവരുടെ ഒപ്പീനിയൻസ് കേൾക്കുക, അതിനെ നല്ല രീതിക്ക് റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ ഒപ്പീനിയൻസ് കേട്ടിട്ട് അത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് വലിയ കാര്യമില്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിക്കുള്ള ഒപ്പീനിയൻസ് പറയുക, അവരുടെ ഒപ്പീനിയൻസിന് നല്ല റെസ്പെക്റ്റ് കൊടുക്കാം. പിന്നെ കോൺഫ്ലിക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ കോൺഫ്ലിക്റ്റ്. അടുത്തത് ഹെൽപ്പ് ഈച്ച് അതർ. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കത് നല്ല കാര്യം തന്നെയാണ്. ആ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിൽ പോകുമ്പോഴായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഇത് ഓർക്കുമ്പോൾ പിന്നീട് അല്ലേ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതിനാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് പ്രോബ്ലം സോൾവിങ്. ഒരു കമ്പനി ആകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കുറേ ടെൻഷൻസ് വരും, ആങ്സൈറ്റി ഉണ്ടായിരിക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് തന്ന ഡ്യൂട്ടി കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പിന്നെ ലോജിക്കലി നമ്മൾ ചിന്തിക്കുക കാര്യങ്ങളൊക്കെ. ആ ലോജിക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ലോജിക്ക് കുറവുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ലോജിക്ക് കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. അത് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും അതുപോലെ ജോലിക്ക് പോയിട്ടും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലോജിക്കായിട്ട് ചിന്തിക്കൂ, എനിക്ക് ലോജിക്കില്ല എന്ന് എൻ്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ എന്താണ് ലോജിക്, ആ ഒരു വേർഡ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ തുടങ്ങിയത്.
പിന്നെ ഞാൻ മാറി. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാൾ പറയാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കരുത്. ലോജിക്കില്ല, കോമൺ സെൻസ് ഇല്ല, സെൻസ് പിന്നെന്താ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇല്ലാന്ന് ചിലപ്പോൾ നമുക്ക് ഇനിയും അങ്ങനെ കേൾക്കാനൊക്കെ ചാൻസസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറൊക്കെ ഉള്ള സ്ഥലത്ത്. പക്ഷെ എന്നാലും നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ച് ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടുതൽ കൊണ്ടുവരാം. ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഇപ്പം അത്യാവശ്യമുള്ള ടാസ്ക് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ടാസ്കിനെ ഡിവൈഡ് ചെയ്യുക. ഏതാണോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ആദ്യം ചെയ്യാനായിട്ട് നോക്കുക. അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ, ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജേർണലിംഗ് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ മാക്സിമം ഒഴിവാക്കുക. അതായത് നീട്ടി വെക്കാനുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക. ഞാൻ പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എന്തായാലും നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. മൾട്ടി ടാസ്കിങ്. ഞാനിതുപോലെ UAE വന്നിട്ട് വർക്ക് ചെയ്യാൻ പോയപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞത്, ഇവിടെ എല്ലാവരും മൾട്ടി ടാസ്കിങ് ആണെന്ന്. അപ്പം എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്ക് ഏതാണോ ചെയ്യേണ്ടത് അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്തു തീർക്കും. അതിനിടയ്ക്ക് എനിക്ക് വേറെ പണി വന്നാൽ ഞാൻ ചെയ്യില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കാര്യമാണെന്നുള്ളത്. മൾട്ടി ടാസ്കിങ് നമ്മളിപ്പോൾ കിച്ചണിലായാലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല കറികളും ചിലപ്പോൾ ഒരുമിച്ചുണ്ടാക്കും. ചിലപ്പോൾ ഒരു കറി നമ്മൾ ഉള്ളി അരിയുന്ന നേരത്തെ സൈഡിലൂടെ നമ്മൾ മിക്സി അടിക്കാനായിട്ട് പോവും, തേങ്ങ അരയ്ക്കാനായിട്ട് പോവും, പിന്നെ ഇപ്പുറത്ത് അത് ചെയ്യും, ചിലപ്പോൾ ഇപ്പുറത്ത് ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ മൾട്ടി ടാസ്കിങ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലുള്ള മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കൂടുതൽ ഈ വേർഡുകളും അതുപോലെ എനിക്ക് ഇങ്ങനത്തെ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് UAE ഞാൻ വർക്ക് ചെയ്യാൻ പോയപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ UAE-ത്തെ ഒരു ലൈഫ്, UAE-ത്തെ എൻ്റെ ഒരു ഞാൻ ജോലി ചെയ്തിട്ടുള്ള എനിക്ക് കുറേ ഹാർഡായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. എൻ്റെ കുറേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, നാട്ടിലത്തെ വർക്ക് കൾച്ചർ ഒന്നുമല്ല ഇവിടെ, പക്ഷേ ഇവിടെ നല്ലതാണ്, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ എൻ്റെ UAE-ത്തെ എൻ്റെ ഒരു കരിയർ ജേർണി ഞാൻ ഇതുവരെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. എവിടെയും ഞാനങ്ങനെ പറയാറില്ല ഓപ്പണായിട്ട്. പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയമെടുത്ത് ഞാൻ പറയാം. ഇപ്പോഴും ഞാൻ UAE-ൽ കരിയറിൽ എൻ്റെ UAE-ലെ കരിയർ ജേർണി ഞാൻ സക്സസ്ഫുൾ ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുന്നത്. എനിക്ക് ഇത്രയും ഐഡിയാസ് കിട്ടുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഐഡിയ തന്നെയാണ്. എനിക്കിങ്ങനെ കിട്ടുന്നതും എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വഴിയാണ്. ഒരുപാട് സ്ട്രഗിളിംഗ് ഉള്ള ഒരു സ്റ്റേജ് ആയിരുന്നു എൻ്റെ കടന്നുപോയത്. കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ പിന്നെ ഇടാം. നമ്മൾ അത്യാവശ്യം നമ്മൾ ഓക്കെ ആയിട്ടില്ല അതൊക്കെ പറയാനായിട്ട് പാടുള്ളൂ, അത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ് കാര്യം വിട്ടുപോയില്ലേ. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ടൈം മാനേജ് ചെയ്യുക. കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. കറക്റ്റ് സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുക. ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്താണോ അത് ആദ്യം ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം കേട്ടോ. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കുറേ പുതിയ സോഫ്റ്റ്വെയറും കുറേ ടൂൾസൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ എന്തൊക്കെയാണ് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നത് അതിൽ മാക്സിമം പഠിക്കുക. വീട്ടിൽ വെച്ചിട്ടായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, സമയപരിമിതി ഉണ്ടായിരിക്കും, പക്ഷെ സമയം കിട്ടുമ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ നോക്കുക. സ്ട്രെസ് ഉണ്ടായിരിക്കും, ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക. പിന്നെന്താ, പുതിയ സ്കിൽസ് പഠിക്കുക, പുതിയ നോളജ് ഉണ്ടാക്കുക. പിന്നെന്താ, കുറേ ചേഞ്ചസ് വരുമല്ലോ. ഇനി അതല്ല, ഇനി ഇതിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും നമ്മൾ ആകെ പതറരുത്. ചേഞ്ചസ് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചേഞ്ചസ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ പേടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും. എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ നോക്കുക. ഇനി ഇതും പഠിക്കണ്ടേ, ഇനി ഇത് പഠിച്ചിട്ട് എന്തിനാണ്, ഇത് സെറ്റാവോ, ഇതൊക്കെ പഠിച്ചിട്ടും സാലറി കറക്റ്റ് പണ്ടത്തെ സാലറി തന്നെയാണല്ലോ എനിക്ക് കിട്ടുന്നത്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക തന്നെ വേണം. എന്തായാലും ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് സോഫ്റ്റ് സ്കിൽ, വൈ? ഈ പറഞ്ഞ പോയിന്റൊക്കെയാണ് എന്തുകൊണ്ടാണ് സോഫ്റ്റ് സ്കിൽ എന്നതിൻ്റെ ഒരു ആൻസർ എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ AI ഒക്കെ ഉള്ള കാലമാണല്ലോ ഇതിൽ. നമുക്ക് എന്തും സെർച്ച് ചെയ്താൽ കിട്ടും. എന്തും ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം സുഖമാണ്. ChatGPT മാത്രമല്ല, വേറെ ഒരുപാടുണ്ടല്ലോ. അപ്പം ഇന്നത്തെ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോഫ്റ്റ് സ്കിൽ കുറച്ചധികം ഉണ്ടെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ആ ഒരു റോളും ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ക്ലയൻസ് ഉണ്ടല്ലോ, ഈ ക്ലയൻസ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് ഇത് പറഞ്ഞ പോലെ ക്ലയൻസ് ആയിട്ട് എപ്പോഴും നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ കാണുന്ന ആ സോഫ്റ്റ്വെയർ വെറുതെ കുത്തിരിക്കൽ മാത്രമല്ല, നമുക്ക് അതിന് അപ്പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരോടും നമ്മൾ സംസാരിക്കണം. അപ്പോൾ സംസാരിക്കാനുള്ള സ്കില്ലും ഇതുവഴി നമുക്ക് ഇൻക്രീസ് ആവും. പിന്നെന്താണ്, ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. നമ്മൾ ടൈം കറക്റ്റ് മാനേജ് ചെയ്ത് നമ്മൾ അത് മാത്രമല്ല, ഓഫീസിലെ കാര്യം മാത്രമല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് എന്തുകൊണ്ട് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ 2025 കഴിയാറായില്ലേ, ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം. നമ്മൾ പഴയ പോലെ ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിനി നമ്മൾ എന്തിനാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹം, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. പലരോടും ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാനൊന്നും ചെയ്യാറില്ല, ജോലിക്ക് വെറുതെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അകത്ത് എന്താണോ നടക്കുന്നതെന്നൊക്കെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അത് ശരിക്കും ഇവിടെയൊക്കെ വന്നാലേ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കിവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ് പിന്നെയും കാട് കയറി, സോറി. അപ്പം ഇതാണ് വൈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അടുത്തത് ഹൗ ടു സ്റ്റാർട്ട് ഇംപ്രൂവിങ് സോഫ്റ്റ് സ്കിൽ. ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഇതുണ്ടാവില്ലേ, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അവർ ചോദിക്കുമല്ലോ, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഒരു റിസർച്ച് നടത്തുക. പഠിക്കണം എന്നല്ല, അതെന്താണോ എന്ന് അറിയാൻ ശ്രമിക്കാം. എനിക്ക് അത് പറ്റില്ലല്ലോ, അതെന്താണാവോ എന്നൊരു ചിന്ത വരില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ട് ജോലിയും കിട്ടുന്നില്ല, നിങ്ങൾക്കത് പഠിക്കാനും താല്പര്യമുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായാലും നിങ്ങളൊന്ന് നോക്കുക, എന്താണോ നടക്കുന്നത് അതിൽ നിന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. യൂട്യൂബ് ചാനലും ഗൂഗിളും എല്ലാം ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പം അതൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ അറിയാൻ നോക്കുക. പിന്നെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഉണ്ടല്ലേ, യുഡെമി, പിന്നെ അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ ക്രാഷ് കോഴ്സസ് പോലെ 1 മണിക്കൂർ 2 മണിക്കൂർ കോഴ്സൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കോഴ്സ് എടുത്ത് നോക്കുക. ഫ്രീ ആയിട്ട് തന്നെ കോഴ്സസ് കിട്ടുമല്ലോ, അങ്ങനെ നോക്കുക. പിന്നെ ലോക്കൽ വർക്ക്ഷോപ്പിൽ പോകാൻ നോക്കുക, ഇന്റേൺഷിപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഒന്നും കിട്ടില്ലല്ലോ, എന്നാലും നമുക്ക് വെറുതെ ഇരിക്കുന്ന നേരം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അതുകൊണ്ട് അതൊക്കെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറയാനായിട്ടുള്ളത്. ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സ്, അവരെടുത്തുനിന്നൊരു ഫീഡ്ബാക്ക് എടുക്കുക. അവരോട് കാര്യങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് അവരോട് പറയാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. പിന്നെ നിങ്ങളൊരു പ്രോപ്പർ ഇതിൻ്റെ പ്രോഗ്രസ് അറിയാനായിട്ടൊരു ജേർണൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ ജേർണലിനനുസരിച്ച് നിങ്ങളൊന്ന് പോയി നോക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരു 21 days ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്പായെന്ന് തോന്നാണ് എനിക്ക്. കാരണം ഒരുപാട് പിള്ളേർ ഇപ്പോഴും ജോലി കിട്ടാണ്ട് നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണാറുണ്ട്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ നോക്കുക. കുറച്ചും കൂടി സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നാട്ടിൽ വരുമ്പോൾ. നാട്ടിലല്ല, പുറത്തേക്ക് വരുമ്പോൾ. അത് നിങ്ങൾ പറഞ്ഞ് ശരിയാവും, എന്നാലും കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ തന്നെ പതുക്കെ ജോലി വരും. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. നിങ്ങൾക്ക് എൻ്റെ ചാനലും എന്നെയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടപ്പെട്ടവർക്ക്. പിന്നെ അതായത് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ, മുതിർന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ താഴെ. ഇനി എന്തെങ്കിലും സോഫ്റ്റ് സ്കിൽസ് പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു ജേർണിയിലാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഞാനായിട്ട്. അപ്പം എനിക്കിത് കാണുമ്പോൾ സന്തോഷമായിരിക്കുമല്ലോ, എനിക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ബൈ.